നമസ്കാരം കൂട്ടുകാരെ, കോൾ മീ ബേയുടെ കഥ പറയുന്ന അവസാനത്തെ എപ്പിസോഡാണിത്. മുൻഭാഗങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. മുകുൾ സാവ്ളയുടെ കേസും മതലിക സഹായുടെ വെളിപ്പെടുത്തലുമൊക്കെ വൈറലായി മാറാൻ ആരംഭിച്ചു. മുകുൾ സാവ്ളയാണെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. മാധ്യമങ്ങളൊക്കെയും മുകുൾ സാവ്ളയുടെ പിന്നാലെ കൂടാൻ തുടങ്ങി. ബേയുടെ സ്റ്റോറിയാണെങ്കിൽ വൈറലുമായി. ബേയും സംഘവും ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുമുണ്ട്. അന്ന് വൈകിട്ട് കുപ്പിയൊക്കെയായി നീലും വന്നു ചേർന്നിരുന്നു. ബേയുടെ വിജയം, വാർത്തയുടെ വിജയം അവരൊന്നിച്ച് ആഘോഷിച്ചു. ബേയെപ്പറ്റി താൻ അഭിമാനിക്കുന്നു, ബേ അങ്ങനെ ആ സ്റ്റോറി പുറത്തുവിട്ടതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ നീല് ബേയോട് പറഞ്ഞു. ബേയുടെ ഫോളോവേഴ്സിന്റെ എണ്ണവും ഗണ്യമായി കൂടുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം ബേയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവളെ അൺഫോളോ ചെയ്ത് ഒഴിവാക്കിയിരുന്ന അഗസ്ത്യ ചൗധരി അവളെ വീണ്ടും ഫ്രണ്ടായി ആഡ് ചെയ്തിരിക്കുന്നു, ഫോളോ ചെയ്തിരിക്കുന്നു. ബേയും അഗസ്ത്യയെ തിരികെ ഫോളോ ചെയ്തു. പിന്നാലെ അഗസ്ത്യയുടെ മെസ്സേജും വന്നു. നീ ചുമ്മാ അടിപൊളിയായിരുന്നു, സംസാരിക്കണം. ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ബേ ഫോൺ താഴെ വെച്ചു. പിന്നാലെ ബേക്ക് തുടർച്ചയായി മെസ്സേജ് വന്നപ്പോ ബേ അതെടുത്തു നോക്കി. പക്ഷെ ഇത്തവണ മെസ്സേജ് വന്നിരുന്നത് ശ്രുതി എന്നൊരു പെൺകുട്ടിയുടേതായിരുന്നു. ആ ശ്രുതിയുടെ ഫോൾഡർ ബേ മുകുൾ സാവ്ളയുടെ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുമുണ്ട്. വന്ന മെസ്സേജ് ബേ വായിച്ചു. ചണ്ഡീഗർഗിലുള്ള ശ്രുതിയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ സാവ്ള ഒരിക്കൽ ഇനാഗുറേഷന് ചെന്നിരുന്നു. അന്ന് സാവ്ളയെ പൂ കൊടുത്ത് സ്വീകരിക്കാൻ പോയത് ഇതേ ശ്രുതിയായിരുന്നു. പക്ഷെ അവളെ അയാളുടെ സ്ഥിരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. അതും പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ. അതുപോലെ മറ്റൊരു കേസും ബേയുടെ മുമ്പിലേക്ക് വന്ന കാര്യം ബേ അപ്പോൾ ഓർത്തെടുത്തു. പിന്നാലെ സാവ്ളയുടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീ ജോലി നിർത്തിപ്പോയത് അയാൾ കാരണമാണ് എന്നുകൂടി അവൾക്ക് മെസ്സേജ് അയച്ചു. തുടർച്ചയായി ഇങ്ങനെ വരുന്ന കണ്ടതും നീല് പറഞ്ഞു, ഒരു ജേർണലിസ്റ്റ് നല്ലതാണെങ്കിൽ സ്റ്റോറികൾ അവളെ തേടിയെത്തിക്കോളും എന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്നെങ്ങനെ തെളിയിക്കാൻ പറ്റും എന്നായിരുന്നു ബേ ചോദിച്ചത്. ഏവരും ചിന്തയിലാണ്ടു. ഇതേ സമയം എസ്എസും സഹോദരിയും വീട്ടിലിരുന്ന് TV കാണുകയാണ്. മറ്റ് ചാനലുകളിലൊക്കെയും മുകുൾ സാവ്ളയ്ക്കെതിരെ വലിയ തോതിൽ ആരോപണങ്ങളും കേസും ഉയരുമ്പോൾ എസ്എസിന്റെ TRP മാത്രം മുകുൾ സാവ്ളയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മുകുൾ സാവ്ളയുടെ പക്ഷത്തു നിന്ന് വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുവായിരുന്നു. എസ്എസിന്റെ സഹോദരിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എസ്എസിന്റെ ആ പ്രവൃത്തികളെ സഹോദരി ചോദ്യം ചെയ്തു. ഇങ്ങനെ ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരാളെ തകർക്കാൻ പറ്റില്ല, ആണുങ്ങൾക്കും റൈറ്റ്സ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു എസ്എസ് തിരിച്ചടിച്ചത്. ഒടുവിൽ ദേഷ്യപ്പെട്ട് സഹോദരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അന്ന് മുകുൾ സാവ്ള തന്റെ ഭാര്യയ്ക്കൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുകുൾ സാവ്ള അന്ന് മാധ്യമങ്ങളോട് സത്യം ചെയ്യിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി സംസാരിച്ചത് മുഴുവൻ അയാളുടെ ഭാര്യ മിതാലിയായിരുന്നു. മിതാലി കണ്ണീരോടെ, ഞാനും മുകുളും ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ട്സ് ആണ്, ഇതൊക്കെ വെറും അലഗേഷൻസ് ആണ്, കാലമെടുത്താലും മുകുൾ ഇന്നസെന്റ് ആണെന്ന് തെളിയും, ഒരു ഫാമിലി എന്ന രീതിയിൽ ഞങ്ങൾ ഒന്നിച്ചതിനെ അതിജീവിക്കും. കണ്ണീരോടെയുള്ള മിതാലിയുടെ വാക്കുകളൊക്കെ മുകുൾ സാവ്ളയ്ക്ക് അല്പം ബൂസ്റ്റ് കൊടുക്കുന്നത് തന്നെയായിരുന്നു. മുകുൾ അകത്തേക്ക് കയറിയതും സത്യജിത്ത് മുകുളിനെ വിളിച്ചു. മുകുളിനോടായി പറഞ്ഞു, മിതാലി നാഷണൽ ടെലിവിഷന്റെ മുമ്പിലാകാരനെ, അതൊരു ബ്രില്യന്റ് ഐഡിയ ആയിരുന്നു. എന്ത് തേങ്ങെങ്കിലും ആയിക്കോട്ടെ, ഞാൻ താഴെ വീണ നീയും താഴെ വീഴും, അത് മറക്കണ്ട എന്നായിരുന്നു മുകുൾ ഗൗരവത്തിൽ എസ്എസിനോട് പറഞ്ഞത്. അടുത്ത ദിവസം ബേയും കൂട്ടുകാരും അപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. എന്നാലും ഈ സെന്റോറസിന്റെ മെയിലിൽ നിന്ന് എസ്എസിന് വരുന്നത് എന്തുതരം വിവരങ്ങളായിരിക്കും എന്ന തരത്തിൽ പ്രിൻസ് ചോദിച്ചു. അത് തനിക്ക് കണ്ടെത്തണമെന്നുണ്ട്. നിങ്ങളുടെ ഓഫീസിനകത്തേക്ക് കടന്ന് എസ്എസിന്റെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്ന തരത്തിൽ പ്രിൻസ് ചോദിച്ചപ്പോ വിസിറ്റേഴ്സിന് ഗ്രൗണ്ട് ലെവൽ വരെ പോകാൻ പറ്റുമെന്നും എന്തായാലും അല്ലെങ്കിൽ പിടികൂടപ്പെടും എന്നായിരുന്നു ടമാറ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഹായം എനിക്ക് വേണം. പ്രിൻസ് ആയിടയ്ക്കായി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പെൻഡ്രൈവിലുള്ള പ്രോഗ്രാം അവർ എസ്എസിന്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ടമാറയും ബേയും കൂടി അതിന് ശ്രമിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഹാർലിൻ കോഫി എടുക്കാൻ പുറത്തു വന്നപ്പോ ബേ ഹാർലിനെ പിടിച്ചു നിർത്തി സംസാരിക്കാൻ തുടങ്ങി. ഇതേ സമയം ടമാറയാകട്ടെ എസ്എസിന്റെ മുറിയിലേക്ക് കടന്നു കയറി കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. ഹാർലിനെ പിടിച്ചു നിർത്തി, ഇപ്പോ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? നീ എന്തിനാ ഇപ്പോഴും എസ്എസിന്റെ പക്ഷത്ത് നിൽക്കുന്നേ? എസ്എസിന്റെ കമ്പ്യൂട്ടറിൽ നിങ്ങളെന്താ ഒളിപ്പിക്കുന്നേ? നീ എസ്എസിനെ പോലൊന്നുമല്ല, നീ നല്ലൊരു വ്യക്തിയാ എന്നൊക്കെ ബേ ഹാർലിനോട് പറയാൻ തുടങ്ങി. ഞാൻ എസ്എസിന്റെ സൈഡല്ല, നമ്മുടെ കമ്പനിയായ TRPയുടെ സൈഡാ എന്നൊക്കെയായിരുന്നു ഹാർലിൻ ബേയോട് പറഞ്ഞത്. ഹാർലിനെ പിടിച്ചു നിർത്തി കുറച്ചു നേരം കൂടി സംസാരിക്കാൻ പറ്റിയതോടെ പ്രിൻസിന്റെ നിർദ്ദേശത്തോടെ ടമാറ എസ്എസിന്റെ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഹാർലിൻ തിരികെ എസ്എസിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിനടുത്തെത്തിയപ്പോ അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കണ്ടതുമില്ല. അന്ന് തന്നെ ആയിരുന്നു TRP ഓഫീസിൽ ഷോ ഡിസ്കഷനു വേണ്ടിയുള്ള മീറ്റിംഗ് ചേർന്നിരുന്നത്. മുകുൾ സാവ്ളയെ ചാനലിൽ കൊണ്ടുവന്ന് സംസാരിക്കണം എന്ന് എസ്എസ് ആവശ്യപ്പെട്ടപ്പോ, ഇപ്പോ നടക്കുന്ന മൂവ്മെന്റ് ഒക്കെ നീ കാണുന്നില്ലേ? എസ്എസിന്റെ പക്ഷം പിടിച്ചു നിന്നാൽ കാര്യങ്ങൾ ശരിയാവില്ല. ബേ നമ്മുടെ ജേർണലിസ്റ്റ് ആണ് എന്ന് CEO പറഞ്ഞു. എസ്എസ് ആണെങ്കിൽ മീറ്റുവിനെയൊക്കെ തമാശ രീതിയിൽ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ചെയ്തത്. അതൊക്കെ ഹാർലിനും അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ഹാർലിൻ ഒരു സജഷൻ പറഞ്ഞു. വരാൻ പോകുന്നത് കൺഫെഷന്റെ 100
100ാമത്തെ എപ്പിസോഡാണ്. അങ്ങനാവുമ്പോ എന്തുകൊണ്ട് നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചുകൂടാ? ഒരു ഗസ്റ്റിന് പകരം 2 ഗസ്റ്റുകൾ, മുഗൾ സാവളയെയും ബേയെയും നമ്മൾ ഒന്നിച്ചു വേദിയിൽ കൊണ്ടുവരണം. അവർക്കിടയിലെ ഒരു ഫേസ് ഓഫ്, അത് കൊള്ളാമല്ലോ എന്ന് ആ സമയം SS-നും തോന്നുകയാണ്. SS-ന്റെ ഷോ ആണല്ലോ, ബേയെ തകർത്ത് മുഗളിനെ രക്ഷിക്കാൻ പറ്റും എന്ന് SS കണക്കുകൂട്ടിയിരുന്നു. മറുവശത്ത് SS-ന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് മുഴുവൻ വിവരങ്ങളും പ്രിൻസ് ചോർത്തിയെടുത്തു. അത് പരിശോധിച്ച് അവർ ഞെട്ടിപ്പോയിരുന്നു. കൺഫഷനിൽ വന്ന മുഴുവൻ ഗസ്റ്റുകളുടെയും എല്ലാ ഡാറ്റയും SS-ന്റെ കമ്പ്യൂട്ടറിലുണ്ടായിരുന്നു. സെന്റോറസിൽ നിന്നാണ് അത് SS-നും വന്നെത്തിയിരിക്കുന്നത്. അവർ എവിടെ പോയി, എങ്ങനെ പോയി, ആരാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്, അത്തരത്തിൽ A to Z വിവരങ്ങൾ. ഇങ്ങനാണ് SS-ന്റെ എക്സ്ക്ലൂസീവ് ന്യൂസുകൾ പുറത്തുവിടുന്നത്. ബേയെ നോക്കിക്കൊണ്ട് പ്രിൻസ് പറഞ്ഞു, നിന്റെ പേരിലും ഒരു ഫോൾഡർ ഉണ്ടായിരുന്നു, നിന്നെയും അയാൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം എന്താന്ന് വെച്ചാ ഈ സെന്റോറസ് ആരാണെന്നുള്ളതാ. അയാൾ എന്തിനാ ഈ വിവരങ്ങൾ മുഗളിനും അതുപോലെ SS-നും കൊടുക്കുന്നത്? അവർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് നിൽക്കെ ബേയുടെ ഫോണിലേക്ക് ഹാർലിന്റെ കോൾ വന്നു. കൺഫഷനിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കോളായിരുന്നു അത്. എന്താ ചെയ്യേണ്ടത് എന്ന് ബേ സുഹൃത്തുക്കളോട് തിരക്കി. ബേയോട് തീരുമാനമെടുക്കാനായിരുന്നു അവരും നിർദ്ദേശിച്ചത്. ഇതേ സമയം മുഗൾ സവളയുടെ PR സ്റ്റണ്ട് കൊണ്ടും നാഷണൽ ടെലിവിഷന് മുമ്പിൽ മിതാല് കരണതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടും മുഗൾ സവള ഫ്രെയിം ചെയ്യപ്പെടുകയാണോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ തിരിഞ്ഞിരുന്നു. കുറേയധികം പേർ ബേയെ സപ്പോർട്ട് ചെയ്തും ബേക്കൊപ്പം കൂടെ നിന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നു. സൈറ പറഞ്ഞ ബെഹൻകോഡിന്റെ കാര്യം ആ സമയം ബേ ഒന്നുകൂടി ആലോചിക്കുകയാണ്. ഒരു സഹോദരി മറ്റൊരു സഹോദരിക്ക് വേണ്ടി ചെയ്യുന്നത് അത്രയെങ്കിലും തന്റെ സഹോദരിമാർക്ക് വേണ്ടി താൻ ചെയ്യണ്ടേ എന്നൊരു തോന്നൽ ബേയുടെ ഉള്ളിൽ വന്നു. നിന്റെ പ്രോബ്ലം എന്റെയും പ്രോബ്ലമാണ് എന്ന് സൈറ പറഞ്ഞ പോലെ അവരുടെ പ്രോബ്ലങ്ങൾ തന്റെ പ്രോബ്ലമാക്കിയെടുത്ത് അതിനുവേണ്ടി ശ്രമിക്കുവാൻ ബേ തീരുമാനിച്ചു. കൺഫെഷനിലേക്ക് പോകുവാൻ ബേ അതുകൊണ്ട് തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെ ഷോയുടെ ദിവസം എത്തി. സൈറയ്ക്കൊപ്പം ബേ ഗ്രൂം ചെയ്യാൻ ആരംഭിക്കുകയായിരുന്നു. വളരെ കോസ്റ്റ്ലിയായ അട്രാക്റ്റീവായ വസ്ത്രങ്ങൾ സൈറ കൊണ്ടുവന്നെങ്കിലും ബേ തിരഞ്ഞെടുത്തത് മറ്റൊന്നായിരുന്നു. തന്റെ സ്പിരിറ്റ് അനിമലിന്റെ സിംബൽ വരെ ബേ തന്റെ കോട്ടിൽ കുത്തി. പിന്നാലെ സൈറയുടെയും ഒരു പങ്ക് തന്റെ ശരീരത്തിൽ വേണം എന്ന് ബേക്ക് തോന്നി. സൈറയുടെ ഹെയർ ബാൻഡ് ചോദിച്ചു വാങ്ങി ബേ അത് കെട്ടി. സൈറ അതിശയത്തോടെ പറഞ്ഞു, എന്നെങ്കിലും ബേക്ക് എന്റേന്ന് കടം വാങ്ങേണ്ടി വരുമെന്ന് ആരെങ്കിലും കരുതിയോ? നീ വല്ലാതെ മാറിപ്പോയി. ബേയും ചിരിയോടെ അത് സമ്മതിച്ചു. ഞാൻ എന്റെ പഴയകാലത്തെ പിന്നിൽ വിട്ടുകളഞ്ഞു, അതുകൊണ്ടാണ് മാറാൻ പറ്റുന്നത് എന്ന് ബേ പറഞ്ഞപ്പോ സൈറ നിരാശയോടെ തനിക്കതിന് പറ്റുന്നില്ല എന്ന തരത്തിൽ പറഞ്ഞു. ബേ എന്ന് സൈറയെ ഉപദേശിച്ചു, ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ തെറ്റുകളെ തെറ്റുകളായി അംഗീകരിക്കലാണ്. അന്ന് തന്റെ ലൈഫിലെ വേദനകളും ചെറുപ്പം തൊട്ടിട്ട് അച്ഛനാലും അമ്മയാലും ഒറ്റപ്പെട്ട സങ്കടവും മറ്റും ഉള്ളിന്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്നത് സൈറ ബേയോട് തുറന്നു പറഞ്ഞു. ബേ സൈറയോട് സംസാരിച്ചു. ഒരുതരം അഡിക്ഷൻസ് ഒക്കെയും നമ്മുടെ ഈ അറ്റൻഷൻ സീക്കിങ്ങിൽ നിന്നുണ്ടാവുന്നത്. മറ്റാരെക്കാളും എനിക്കത് അറിയാൻ പറ്റും. എന്റെ മോഷണ ശ്രമങ്ങളും നിന്റെ ഈ ചൂതുകളിയുമൊക്കെ അതുപോലെ അഡിക്ഷനായി മാറിയതാണ്. അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പോയി ജീവിതത്തിന്റെ ഭാഗമായി പോയത്. അത് നിർത്താൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല, പക്ഷേ നമുക്ക് ശ്രമിച്ചു നോക്കാൻ പറ്റും. സൈറ തലകുലുക്കി. സ്നേഹത്തോടെ ബേ സൈറയെ ചേർത്തു പിടിച്ചു. അങ്ങനെ തന്റെ സംഘത്തിന് മുഴുവനൊപ്പം ബേ കൺഫെഷന്റെ ലൈവ് ഷോ ഷൂട്ട് ചെയ്യപ്പെടുന്ന സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ്. അന്ന് ആദ്യമായി TV ലൈവിൽ പോകാൻ പോകുന്ന ബേക്ക് ആ സ്റ്റുഡിയോ പുതിയൊരു അനുഭവമായി തോന്നി. ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുമായിരുന്നു. ടമാറ ബേയോട് പറഞ്ഞു, അവന്റെ ഇടം കാണിച്ചു കൊടുക്ക്. അങ്ങനാണെങ്കിൽ ഈ ഒരു മാസം നിനക്ക് വീട്ടുജോലി ഉണ്ടായിരിക്കില്ല. സൈറ പറഞ്ഞു, അതെ, അതുപോലെ നീ ചെയ്ത ഈ ഒരു മാസം ഞാൻ ഒരു ബെറ്റിങ്ങിനും പോവില്ല. നിന്നെ കൊണ്ടത് സാധിക്കും എന്ന് പ്രിൻസും നീലും കൂടി പറഞ്ഞു. ബേക്ക് വലിയ സന്തോഷം തോന്നി. എന്റെ ജീവിതത്തില് ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഗൈസ് എന്നായിരുന്നു ബേ പറഞ്ഞത്. അവരെല്ലാവരും ഒന്നു ചേർന്ന് കെട്ടിപ്പിടിച്ചു. വർക്കിനായി ടമാറ ടെക്നീഷ്യൻ മുറിയിലേക്ക് കയറി. ബേയെ പ്രചോദിപ്പിച്ചുകൊണ്ട് മധുലികയുടെ മെസ്സേജും വന്നെത്തിയിരുന്നു. വൈകാതെ ഷോയിലേക്ക് SS-ഉം മുഗൾ സാവളയും കൂടി വന്നെത്തി. കാണികൾ ഇരിപ്പിടങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു. ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുകയായിരുന്ന ഹാർലിയും പറഞ്ഞു, റേറ്റിംഗിൽ ഇത് ചുമ്മാങ്ങ് തകർക്കാൻ പോകുവാണ്. വൈകാതെ ഷോ ആരംഭിച്ചു. കൺഫെഷണലിന്റെ 100ാമത്തെ എപ്പിസോഡ് പതിവ് രീതിയിൽ SS വാക്ചാതുരിയോടെ ഷോ ആരംഭിച്ചു. മധുലികയും കാമുകനും മുഗൾ സാവളയുടെ ഭാര്യ മിതാലിയും അഗസ്ത്യയുമടക്കം ഷോ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. കൺഫെഷണലിന്റെ പതിവ് രീതിക്ക് വ്യത്യാസമായി ഇന്ന് 2 ഗസ്റ്റുകളുണ്ട് എന്ന തരത്തിൽ SS പറഞ്ഞു. വന്നപാടെ ബേയെ തകർക്കുവാൻ SS ചോദിച്ചു, നിങ്ങളിപ്പോഴും ബെല്ല ചൗധരി തന്നെയാണോ അതോ നിങ്ങളുടെ പഴയ കുടുംബ പേരിലേക്ക് മാറിയോ? നിങ്ങൾക്ക് എന്നെ ബേ എന്ന് വിളിക്കാം എന്നായിരുന്നു ബേ അതിന് മറുപടി പറഞ്ഞത്. ബേയെ തകർക്കാനുള്ള SS-ന്റെ ചോദ്യങ്ങൾക്ക് ഉരുള കുപ്പേരി പോലെ ബേ മറുപടി കൊടുത്തുകൊണ്ട്
കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ എസ് പിന്നാലെ തന്റെ പണി തുടങ്ങി. നിങ്ങളുടെ അമ്മ ഒരു സാധാരണ ഫാമിലിപ്പെട്ട ആളല്ലായിരുന്നു. പണക്കാരനായ അച്ഛനെ വളച്ചെടുത്ത് വിവാഹം കഴിച്ചതല്ലേ? അതുപോലെ അത് കഴിഞ്ഞപ്പോ അമ്മ നിങ്ങളെ ഏറ്റവും പണക്കാരനായ അഗസ്ത്യ ചൗധരിയെയും വളയ്ക്കുവാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിരുന്നു. ഒരിക്കലും വളച്ചെടുക്കലല്ല, ഇതിനെ പ്രണയമെന്ന് പറയും. ഓ, പ്രണയം, ഷേക്സ്പിയൻ പ്രണയം, ഒലക്ക. പറയൂ കോൾമി ബേ, അപ്പോ നിങ്ങൾ ഒരു ഗോൾഡ് ഡിഗർ അല്ല. എനിക്ക് ഗോൾഡിനേക്കാൾ പ്രിയം ഡയമണ്ടുകളോടാ എന്നായിരുന്നു ബേ മറുപടി പറഞ്ഞത്. മേഡം, നിങ്ങളിപ്പോ ഒരു ന്യൂസിലാണ്. ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയൂ. ഞാനൊരു ഗോൾഡ് ഡിഗർ ആണെങ്കിൽ ഞാനിപ്പോഴും പണക്കാരിയായി തന്നെ ഇരിക്കണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങൾ ഈ ഷോയിലേക്ക് 2 ഗസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട്. ചോദ്യം ഒരാൾക്ക് മാത്രമാണോ? എന്താ മുകുൾ സാവളയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണോ? എങ്കിൽ ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം. മിസ്റ്റർ മുകുൾ സാവള, മതിലുക സഹായ പോലെ മറ്റു പെൺകുട്ടികളെയും നിങ്ങൾ കൂടെ കിടക്കാൻ വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ? അവരുടെ ഡാറ്റ കയ്യിൽ വെച്ച് അതുപയോഗിച്ചുകൊണ്ട് മുകുൾ സാവള മറുപടി പറയാൻ തുനിഞ്ഞപ്പോഴേക്കും എസ് സാവളയെ തടഞ്ഞു. എസ് പറഞ്ഞു, മേഡം, ഇതെന്റെ ഷോ ആണ്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാ. മറുപടി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ മുകുൾ സാവള ഈ ആരോപണങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമാണെന്നും തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾക്ക് ഡിഫേമേഷൻ കേസ് കൊടുത്ത് ബേയെ കോടതി കയറ്റും എന്നും അയാൾ പറഞ്ഞു. പിന്നാലെ എസ് തന്റെ പണി തുടങ്ങി. ബേ എന്ന അസ്വസ്ഥയായിരുന്നപ്പോ കടയിൽ ചെരുപ്പ് മോഷ്ടിച്ചതിന്റെ വീഡിയോ ആയിരുന്നു അത്. അത്തരത്തിൽ മോഷണം നടത്തുന്ന സ്ത്രീ എന്ന് പേര് വന്നാൽ ബേയുടെ ക്രെഡിബിലിറ്റി ഒറ്റയടിക്ക് തകർക്കാൻ പറ്റുമല്ലോ. അതായിരുന്നു എസ് ലക്ഷ്യം. ടിവിയിൽ വീഡിയോ പ്ലേ ആയതും ഷോ കണ്ടുകൊണ്ടിരുന്ന ഏവരും ബേക്കെതിരെ തിരിയുന്ന അവസ്ഥ വന്നു. മധുലുകയടക്കം അസ്വസ്ഥയായി. ബേ വല്ലാതെ അസ്വസ്ഥയാവുന്നുണ്ടായിരുന്നു. എസ് ചോദിച്ചു, മേഡം, അത് നിങ്ങളല്ലേ? അതേന്ന് ബേ പറഞ്ഞു. ഇവിടെ ഈ ഷോപ്പ് ലിഫ്റ്റിംഗിന് പിടികൂടപ്പെടുന്നതിന് മുമ്പ് ന്യൂയോർക്കിൽ വെച്ചും നിങ്ങളൊരിക്കൽ പിടികൂടപ്പെട്ടിട്ടില്ലേ? ഉണ്ടെന്നായിരുന്നു ബേക്ക് മറുപടി പറയേണ്ടി വന്നത്. ഉടൻ എസ് അത് വെച്ച് ബേയെ താറടിക്കാൻ ആരംഭിച്ചു. ന്യൂയോർക്കിൽ വെച്ച് അവൾ അങ്ങനെ പിടികൂടപ്പെട്ടപ്പോ അതിന് ബേക്ക് ശിക്ഷയായി കമ്മ്യൂണിറ്റി സർവീസ് ആണെന്ന് വിധിച്ചതെന്നും അവളത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും എസ് പറഞ്ഞു. ഇപ്പോ നിങ്ങൾ സൈലന്റ് ആയല്ലോ ബേ. നിങ്ങളെ ചീറ്ററെന്നോ ഒരു ഫേക്ക് എന്നോ കള്ളം പറയുന്നവളെന്നോ മോഷ്ടാവെന്നോ എന്താണ് വിളിക്കേണ്ടത്? ബേ സൈലന്റായി ഇരുന്നു പോയി. പിന്നാലെ പ്രിൻസുമായി ഉണ്ടായിരുന്ന ബേയുടെ ബന്ധത്തിന്റെ കാര്യവും എസ് അങ്ങോട്ടേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നു. ബേയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വ്യൂവേഴ്സ്, ഇവളുടെ സ്വന്തം ഫാമിലി ഇവളോട് സംസാരിക്കാറ് പോലുമില്ല. ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. നിങ്ങളുടെ ഫാമിലി വരെ നിങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജനങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും എന്നായി എസിന്റെ ചോദ്യം. ബേക്കെതിരെ മൊത്തം തിരിയുകയായിരുന്നു. ബേയുടെ ആ അവസ്ഥ കണ്ട് ഏവരും പരിഭ്രമിക്കുന്നുണ്ട്. എസ് വീണ്ടും ബേയുടെ ഈ ആരോപണങ്ങളൊക്കെ മാന്യനായ മുകുൾ സാവളയ്ക്കെതിരെയാണെന്നും ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നതിന് നിങ്ങളെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താൻ ആരംഭിച്ചു. മുകളാണെങ്കിൽ ഈ ആരോപണങ്ങൾക്ക് വസ്തുതാവിരുദ്ധമാണെന്നും നല്ല പ്രതിഫലം വാങ്ങി എന്നെ തകർക്കാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണെന്നുമൊക്കെ ബേക്കെതിരെ തിരികെ ആരോപണം ഉന്നയിക്കാൻ ആരംഭിച്ചു. പിന്നാലെ ബേ മൈക്കെടുത്ത് പറഞ്ഞു, ശരിയാണ്, ഇതെല്ലാം സത്യമാണ്. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്റെ വീട്ടുകാർക്ക് പോലും ഇപ്പൊ എന്നെ കാണുന്നത് ഇഷ്ടമല്ല. കരഞ്ഞുകൊണ്ട് ബേ പറയുന്നത് അത്രയും TV സ്ക്രീനിൽ നിറയുന്നുണ്ടായിരുന്നു. ഹാർലീനാണെങ്കിൽ ക്ലോസപ്പ് വെച്ച് അത് ഷൂട്ട് ചെയ്യ് എന്ന ടീമിന് നിർദ്ദേശവും കൊടുത്തു. ബേ പറഞ്ഞു, പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ സ്റ്റോറി പറയാനല്ല. ഇത് മധുലികയുടെ സ്റ്റോറിയാണ്, ശ്രുതിയുടെ സ്റ്റോറിയാണ്, സബീനയുടെ സ്റ്റോറിയാണ്. അതുപോലെ മുകുൾ സാവള പീഡിപ്പിച്ച് ഉപദ്രവിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒരുപാട് പെൺകുട്ടികളുടെ സ്റ്റോറിയാണ്. നിന്റെ പക്കൽ ഇതിനൊന്നും ഒരു തെളിവുമില്ല എന്ന് മുകുൾ സാവള അപ്പോ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ചെയ്ത ലൈവ് വീഡിയോയിൽ മധുലികയെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഞാൻ ലണ്ടനിൽ ഉണ്ടായിട്ടേയില്ല. ഞാൻ ആ സമയം എന്റെ ഫാമിലിക്കൊപ്പം ആൻഡമാനിലായിരുന്നു. ഞാൻ അവിടെ സ്ക്യൂബ ഡൈവിംഗ് പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരിക്കലും നിങ്ങളത് ചെയ്യുകയായിരുന്നില്ല എന്ന് പറഞ്ഞ് ബേ മൈക്കെടുത്ത് മുകുൾ സാവളയുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു, റൈറ്റ് ഷോൾഡറിലേക്ക്. അത് ഏവരെയും ഷോക്കാക്കുന്നുണ്ട്. എസ് അത് മുതലെടുത്ത് ഷോയിൽ വയലൻസ് പാടില്ല എന്നൊക്കെ അലറി പറയാൻ തുടങ്ങി. ബേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, വെർബൽ വയലൻസും വയലൻസ് തന്നെയാണ്. നോക്കൂ, ഉത്തരം മുട്ടിപ്പോവളെ മൈക്കെടുത്തെറിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ വ്യക്തമല്ലേ അവളുടെ പക്കൽ ഒരു പ്രൂഫുമില്ലെന്ന്. എസ് കത്തിക്കയറാൻ ആരംഭിച്ചു. ഉടൻ ബേ മുകുൾ സാവളയോട് ചോദിച്ചു, മിസ്റ്റർ മുകുൾ സാവള, ആ മൈക്ക് വരുന്ന കണ്ടപ്പോ നിങ്ങൾക്ക് എന്തേ അത് പിടിക്കാൻ പറ്റാതിരുന്നത്? അന്ന് നിങ്ങൾ നിങ്ങളുടെ മകളുടെ ബർത്ത്ഡേക്ക് മകളെ എടുത്തുയർത്താൻ നോക്കിയപ്പോ നിങ്ങളുടെ ഇടതുവശം കൊണ്ട് നിങ്ങൾക്ക് മോളെ എടുത്തുയർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അന്ന് പ്രസ് കോൺഫറൻസിലും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അതിനിപ്പോൾ എന്താണ്? മുകുൾ സാവള തിരക്കി. അതിന്റെ കാരണം നിങ്ങൾക്ക് ഫ്രോസൺ ഷോൾഡർ ഉള്ളതുകൊണ്ടല്ലേ. 2.5 വർഷം മുമ്പല്ലേ നിങ്ങൾക്ക് അവിടെ ഒരു ഇഞ്ചുറി പറ്റിയത്. നിങ്ങളെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സും റെക്കോർഡിക്കലായി എന്റെ അടുത്ത് പറഞ്ഞതും അതേ കാര്യങ്ങളാണ്. അതും ഇതുമൊക്കെ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എസ് ഇടയ്ക്ക് കയറി. ഉടൻ ബേ പറഞ്ഞു, ഫ്രോസൺ ഷോൾഡറും വെച്ചുകൊണ്ട് ഒരാൾക്ക് സ്ക്യൂബ ഡൈവിംഗ് പഠിക്കാനോ അത് ശ്രമിക്കാനോ പോലും സാധിക്കില്ല. പിന്നെ എനിക്കിത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ച പാഡി സർട്ടിഫിക്കേഷനുള്ള ഒരു മാസ്റ്റർ സ്ക്യൂബ ഡൈവറാണ് ഞാൻ. മുകുൾ സാവളയുടെ ആ കള്ളം പൊളിഞ്ഞ് ബേ അവിടെ സ്കോർ ചെയ്തതും ഏവരും ആവേശത്തിലാകുന്നുണ്ട്. ബേ തിരിച്ച് ഫയർ ആവാൻ ആരംഭിച്ചു തുടങ്ങിയിരുന്നു. മിതാലിയാണെങ്കിൽ തന്റെ ഭർത്താവ് പറയുന്നത് കള്ളമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുവരുന്നു. ബേ പിന്നാലെ പറയാൻ തുടങ്ങി, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിനി
ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി വിശദീകരിച്ചു പറയാം. മുഗൾ സാവള തോട്ട് ടെലികോമിന്റെ CEO പദവി തന്നെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് വയലേഷൻ ഓഫ് ഇന്റർനാഷണൽ ലോ. തന്റെ അധികാരം ഉപയോഗിച്ച് അവരുടെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്തിരുന്ന മുഗൾ സാവള അത് വെച്ചിട്ടായിരുന്നു അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യങ്ങൾ മുഗൾ സാവളയ്ക്കെതിരെ തിരിയുകയാണെന്ന് കണ്ടതും SS കളിമാറ്റി കളിക്കാൻ തുടങ്ങി. കൺഫെഷനിൽ ഷോക്കിംഗ് റെവലേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുഗൾ സാവള മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. മുഗൾ സാവള, എനിക്ക് നിങ്ങളെ പേഴ്സണലി ഒരു തരത്തിലും അറിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. മുഗൾ സാവളയും അത് കേട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. ഈ കാര്യം സത്യമാണെങ്കിൽ SS പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ബേ ഇടയ്ക്ക് കയറി. സത്യമാണെങ്കിൽ, അതായത് മുഗൾ സാവളയെ പരിചയമേയില്ലെന്ന ഭാവത്തിൽ നിങ്ങളിപ്പോ അഭിനയിച്ച പോലെയോ? ബേ പിന്നാലെ ഓഡിയൻസിനോടായി പറഞ്ഞു. മുഗൾ സാവളയുടെ ഈ പ്രശ്നങ്ങളെ പറ്റിയും മുഗൾ സാവള ചെയ്യുന്ന ഇല്ലീഗൽ പ്രവൃത്തികളെ പറ്റിയുമൊക്കെ SS-ന് മുമ്പേ അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും വിവരങ്ങൾ പുറത്തുവിടുന്നതിന് പകരം സത്യജിത്ത് മുഗൾ സാവളയുമായി ഒരു ഡീലുണ്ടാക്കി. മുഗൾ സാവള കളക്ട് ചെയ്തെടുക്കുന്ന ഡാറ്റയുണ്ടല്ലോ, അതിൽ ചിലതൊക്കെ മുഗൾ സാവള SS-ന് കൈമാറ്റം ചെയ്യും. സത്യജിത്ത് അവരെ കൺഫെഷനിൽ വിളിച്ചുകൊണ്ടുവന്ന് ഇതേ ഡാറ്റ വെച്ച് അവർക്കെതിരെ പ്രയോഗിക്കും. ഈ ഡാറ്റ മുഴുവൻ നേരിട്ട് സപ്ലൈ ചെയ്യപ്പെടുന്നത് മുഗൾ സാവളയുടെ തന്നെ തോട്ട് ടെലികോം വഴിയായിരുന്നു. അതും സെന്റോറസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഐഡിയിൽ നിന്നും. മതലികയ്ക്കും മറ്റ് പെൺകുട്ടികൾക്കും അടക്കം സംഭവിച്ചതിന് SS-ഉം മുഗൾ സാവളയെ പോലെ ഈക്വലി റെസ്പോൺസിബിൾ ആണ്. പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അത്. SS-ഉം അത് കേട്ട് ഷോക്കായി ബേയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പിന്നാലെ കൺഫെഷനിൽ മുമ്പ് വന്ന ഗസ്റ്റുകളുടെ വിവരങ്ങൾ SS എങ്ങനെ അറിഞ്ഞു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തെളിവടക്കം വിശദീകരിച്ച് SS-നെ ബേ കുരുക്കി. മുഗൾ സാവളയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ പെട്ടു എന്ന് മനസ്സിലാക്കിയിരിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ താൻ തോട്ട് ടെലികോമിന്റെ സിം ഉപയോഗിക്കാൻ തുടങ്ങിയതു മുതൽ അവർ തന്നെയും ട്രാക്ക് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുകയായിരുന്നു എന്നും ബേ വെളിപ്പെടുത്തി. ഹാർലീനോട് കട്ട് ചെയ്യാൻ വേണ്ടി വേദിയിൽ നിന്ന് SS നിർദ്ദേശം കൊടുത്തെങ്കിലും ഹാർലീൻ അത് കട്ട് ചെയ്യാനേ തയ്യാറായില്ല. SS-നെ രക്ഷപ്പെടുത്താൻ ഹാർലീൻ ഒരുക്കമായിരുന്നില്ല. ഞാനാണ് ഈ ഷോയുടെ പ്രൊഡ്യൂസർ, ഞാൻ പറയാതെ ആരും ഇവിടെ ഷോ കട്ട് ചെയ്യില്ല എന്നായിരുന്നു ഹാർലീൻ അന്ന് പറഞ്ഞത്. അതിശയത്തോടെ ടമാറ ഹാർലീനെ നോക്കുന്നുമുണ്ട്. ഇത് ഞങ്ങളുടെ സിസ്റ്റർ കോഡാണ് എന്നായിരുന്നു ഹാർലീൻ ആ സമയം കൂട്ടിച്ചേർത്തതും. ബേ പിന്നാലെ മുഗൾ സാവളയുടെ കമ്പ്യൂട്ടറിൽ നിന്നും SS-ന്റെ കമ്പ്യൂട്ടറിൽ നിന്നുമായി അവൾ കരസ്ഥമാക്കിയ വിവരങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഷോ ചെയ്ത് മുഗൾ സാവളയെയും സത്യജിത്തിനെയും മുഴുവനായും തകർത്തു കളഞ്ഞു. പിന്നാലെ ഒരു വിവരം കൂടി ബേ പുറത്തുവിട്ടു. മുഗൾ സാവള ഇറക്കിയ പുതിയ സിം, ലേഡീസിന് വേണ്ടിയുള്ള പുതിയ സിം ഇസൂമി, ആ ഫ്രീ സിം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് തന്നെ ആളുകളുടെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടായിരുന്നു. മുഗൾ സാവള അത് ഉപയോഗിച്ചത് സ്ത്രീകളുടെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ മുഗൾ സാവളയ്ക്ക് ഈ വിവരങ്ങൾ മുഴുവൻ അയാളുടെ ഫേവറബിളായി ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇതാണ് ജനങ്ങളെ സത്യമെന്ന് പറയുന്നത്. വളരെ പാനിക്കായ SS ഷോയിൽ വെച്ച് തന്നെ പറഞ്ഞു, ആർക്കും സത്യങ്ങളുടെ ആവശ്യമില്ല, ന്യൂസ് എന്ന് പറയുന്നതും സത്യമല്ല. ലൈവ് ഷോയിലാണ് പാനിക്കായി പോയിരുന്ന SS അത് പറഞ്ഞത്. പിന്നെ പറയണ്ടല്ലോ, അൾട്ടിമേറ്റ്ലി കാര്യങ്ങളൊക്കെ തിരിഞ്ഞു കഴിഞ്ഞു. SS-ഉം മുഗൾ സാവളയും ഷോയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി. ബേയുടെ വിജയമായിരുന്നു അത്. ഹാർലീനും അതിനുവേണ്ടി ബേയുടെ കൂടെ തന്നെ നിന്നു. ഏവരും കയ്യടികളോടെയായിരുന്നു സത്യം പുറത്തു കൊണ്ടുവന്ന ബേയെ അഭിനന്ദിച്ചത്. സത്യജിത്ത് ദേഷ്യത്തിൽ ഹാർലീന്റെ അടുത്തേക്ക് ചെന്ന് ഹാർലീനോട് പറഞ്ഞു, ഇപ്പോഴും ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഇതെന്റെ ഷോ അല്ലേ? ഹാർലീൻ കൈകെട്ടി ധൈര്യത്തോടെ സത്യജിത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒരിക്കലുമല്ല, ഇതെന്റെ ഷോ ആണ്. SS-ന് മുഖത്തടി ഏറ്റ പോലായിരുന്നു അത്. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഏവരും തന്നെ സന്തോഷിച്ച നിമിഷമായിരുന്നു അത്. മതിലുകയും കാമുകനും ആസ്വദിച്ചു. കൂട്ടുകാരൊക്കെയും ബേയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് ഹാർലീനും വന്നു. തന്നെയും കൂടെ കൂട്ടുമോ എന്ന് അവരോടായി ചോദിച്ചു. കൂടെ കൂട്ടുമോന്നോ? നീയാ ഇതിന്റെ ജനറൽ സെക്രട്ടറി. കൺഫെഷൻ ബ്രില്യന്റ് ഐഡിയ ആയിരുന്നു. ബേ ഹാർലീനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന തന്റെ അമ്മയെ ബേ കാണുന്നത്. അമ്മയ്ക്കടുത്തേക്ക് ബേ ഓടിച്ചെന്നു. ബേയുടെ ഷോ മുഴുവൻ താൻ കണ്ടെന്നും അവളെ ഓർത്ത് താൻ അഭിമാനിക്കുന്നു എന്നും അമ്മ പറഞ്ഞു. ബേ അത്രയധികം ആഗ്രഹിച്ചിരുന്ന വാക്കുകളായിരുന്നു അത്. ബേ അമ്മയോട്, അമ്മ അപ്പോ എന്നെ തിരികെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യൂ എന്ന് ബേ ചോദിച്ചു. എന്നെ കൊണ്ടതിന് പറ്റും, പക്ഷേ നിന്നെ അവർ അർഹിക്കുന്നില്ല എന്നായിരുന്നു അമ്മ പറഞ്ഞത്. പിന്നെ പറയണ്ടല്ലോ, അവിടെ നിന്നങ്ങോട്ടേക്ക് ബേയുടെ നാളുകളായിരുന്നു. കൺഫെഷണലിന്റെ ആ 100ാമത്തെ എപ്പിസോഡ് വലിയ തോതിൽ ഹിറ്റായി മാറി. അതിന്റെ വഴി പിടിച്ച് നീലും തന്റെ ഷോയുമായി മുമ്പോട്ട് പോയി. ഓരോരുത്തരുടെയും വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവന്നു. നീലിന്റെ ഷോയും വലിയ തോതിൽ അതോടെ ഹിറ്റായി മാറാൻ ആരംഭിച്ചു. മുഗൾ സാവളയുടെ മുഖത്തടിച്ച് മിതാലി വീട് വിട്ടിറങ്ങിപ്പോയി. TRPയിൽ നിന്ന് സത്യജിത്തിനെ പിരിച്ചുവിട്ടു. കൺഫെഷനിൽ പേഴ്സണൽ വിവരങ്ങൾ ഉപയോഗിച്ച് സത്യജിത്ത് ഹരാസ് ചെയ്തവർ സത്യജിത്തിനെതിരെ ലീഗൽ ആക്ഷൻ എടുക്കും എന്ന് പ്രഖ്യാപിച്ചു.
അമ്മ തന്നെ ബേയെ ഹൗസ് ഓഫ് ഗുച്ചയിലേക്ക് ആഡ് ചെയ്തു. അത് കണ്ട് സമർ ചോദ്യം ചെയ്യാൻ വന്നപ്പോ അമ്മ സമറിനോട് നീ എല്ലയിലേക്ക് പോക്കോ, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് സമർ ചോദിച്ചപ്പോ അഗസ്ത്യ നീ കൂടെ ഉണ്ടാവുന്നതിൽ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ലെന്നും ചൗധരികളെ പിണക്കാൻ പറ്റില്ല എന്നുമായിരുന്നു അമ്മ പറഞ്ഞത്. നാളെ 3:30 നിന്റെ ഫ്ലൈറ്റ്, പപ്പയെ ഇപ്പോ കാണാൻ പറ്റില്ല, നീ കാരണം പപ്പയ്ക്ക് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാക്കി, പോവാൻ നോക്കിക്കോ എന്നമ്മ തീർത്തു പറഞ്ഞു. ഇത് ഭയങ്കര അൺഫെയർ ആണമ്മ എന്ന് സമർ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഇത്ര നാളും ഞാൻ അത്തരത്തിലാ പെരുമാറിയത്, ഇപ്പോഴാ ഞാൻ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നത്. TRP ചാനൽ തന്നെ വലിയ ഹിറ്റായി മാറിയിരുന്നു. നീലിന്റെ ഷോ റേറ്റിംഗിൽ ഒരുപാട് മുന്നിട്ട് വന്നതുകൊണ്ട് കൺഫെഷണൽ ഉണ്ടായിരുന്ന പ്രൈം ടൈം സ്ഥാനത്ത് നീലിന്റെ ഷോ വയ്ക്കാൻ CEO പറഞ്ഞു. സന്തോഷത്തോടെ ഇതൊക്കെ കണ്ട് ബേയും അവിടെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോ വേണ്ടത് ക്രെഡിബിലിറ്റി ആണെന്നും നീലിന്റെ ഷോക്ക് മാത്രമേ അത് കൊണ്ടുവരാൻ സാധിക്കൂ എന്നും CEO പറഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ ബേയും കൂട്ടുകാരും ഒരു പാർട്ടി പോലെ ആഘോഷിക്കുകയായിരുന്നു. പ്രിൻസും ടമാറയും ഒരു മാസത്തെ വെക്കേഷന് ഗോവയിൽ പോവുകയാണെന്ന് പറഞ്ഞു. ടമാറ ലീവ് എടുത്ത് അത്തരത്തിലൊരു ഔട്ടിങ്ങിന് പോകുന്നു തന്നെ ഏവർക്കും അതിശയമായിരുന്നു. നീല് ബേയെ പിടിച്ച് കുറെ നാളായി ആലോചിക്കുന്നത് നീ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് ബേയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി. ഏവരും നീൽ ബേയെ പ്രപ്പോസ് ചെയ്യാനാ പോകുന്നത് എന്ന് ചിന്തിച്ച് നിന്നപ്പോ നിനക്കെന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആവാമോ എന്നായിരുന്നു നീല് ചോദിച്ചത്. അവിടെ ഒരു ചിരി തന്നെ അത് സൃഷ്ടിക്കുന്നുണ്ട്. ബേയ്ക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ, ഞാൻ നിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പലതുമാവും, പക്ഷേ ഇത് നല്ലൊരു തുടക്കമാണ്. ബേ നീലിനെ കെട്ടിപ്പിടിച്ചു. നമുക്കൊരു ഷോ ചെയ്യാം, കോൾ മീ ബേ എന്ന പേരിൽ നിന്റെ ഒരു ഷോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, നീ അത് ആങ്കർ ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് തന്നെ ചെയ്യാം. ആദ്യത്തെ സ്റ്റോറി സെന്റോറസ് ആരാണെന്ന് കണ്ടെത്തൽ. ബേ അത് പറഞ്ഞതും നീലിനും താല്പര്യം തോന്നി. അവർ ചുംബിക്കാനായി അടുത്തു വന്നതും ഒരു ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ബേ അല്പം അസ്വസ്ഥയായി. അവൾ പോയി കോളിംഗ് ബെൽ മുഴങ്ങുന്ന കേട്ട് വാതിൽ തുറന്നതും മുട്ടുകുത്തി മുമ്പിൽ അഗസ്ത്യ നിൽക്കുന്നുണ്ടായിരുന്നു. പണ്ട് ബേ ഊരിക്കൊടുത്തിട്ട് പോന്ന അതേ റിങ്ങുമായി വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് ബേയെ ക്ഷണിക്കുവാൻ. നീലിനും അഗസ്ത്യക്കുമിടയിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ അസ്വസ്ഥതയോടെ ബേ ഒരു നിമിഷം നിന്നു. ആ ദൃശ്യങ്ങളോടെ കോൾ മീ ബേ അവസാനിക്കുകയാണ്. രസകരമായ ഈ സീരീസ് നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.